ഇന്ന് നമ്മൾക്ക് പള്ളിയിലെ അച്ഛന്റെ ഒരു രോദനം കേൾക്കാം. കേട്ടോളൂ. ഉത്തരേന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങൾ ഒരു കിരാത നിയമം പാസാക്കിയിട്ടുണ്ട്. ക്രിസ്തു മതത്തിലേക്ക് ആരെങ്കിലും പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് നടത്തിയ മതമേലധ്യക്ഷന്മാരെ, വൈദികരെ ജാമ്യമില്ലാത്ത വകുപ്പ് നോക്കി തുറുങ്കിലടയ്ക്കാൻ പറ്റും. ഇഷ്ടമുള്ള മതം തെരഞ്ഞെടുക്കാൻ ഈ രാജ്യത്ത് അവകാശം ഭരണഘടന ഉറപ്പു തരുമ്പോഴാണ് പ്രത്യക്ഷത്തിലുള്ള ഈ അവകാശ ലംഘനം നിയമമായി നിർമ്മിക്കപ്പെടുന്നതും അതിന് കോടതികൾ സംരക്ഷണം നൽകുന്നതും എന്ന് പറയുമ്പോൾ റബ്ബറിന് വില കൂട്ടിയാൽ മൊത്ത സഭയും അവർക്ക് എഴുതി കൊടുക്കാം എന്ന് പറഞ്ഞ മഹാനല്ലേ അച്ഛൻ. കഷ്ടമുണ്ട് അച്ഛൻ വിഷമിക്കണ്ട അച്ഛോ. ആ പറഞ്ഞത് അധികം താമസിക്കാതെ ഇവിടെയും വരും. അതിന്റെ ആദ്യപടി തുടക്കമെന്ന രീതിയിൽ സഭയെ വിറ്റുകൊണ്ട് മാതാവിന് സ്വർണ്ണക്കിരീടം സമർപ്പിച്ച തൃശ്ശൂരിൽ നിന്ന് തന്നെ ആയിരിക്കും. ലവ് ജിഹാദ് എന്ന് പറയുന്ന കള്ളപ്രചരണം പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ നേരെ എക്സ് മുസ്ലിമും ത്രിസംഖികളും സംഘികളും ഒക്കെ കൂടി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ അതിനെ കൈയടിക്കാനും നോക്കി ചിരിക്കാനും പിന്നിൽ നിന്ന് ആപ്പടിച്ച് കയറ്റി കൊടുക്കാനും പരദൂഷണം പറയാനെല്ലാം നിങ്ങളെ പോലെ പള്ളിയിൽ അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് അനുഭവിക്കുക.